A minimum of 2 NDA MLAs to the Assembly, and we believe this will be the start of a new beginning for Kerala's development. Yes, നേമത്തും ചാത്തന്നൂരിലും താമര വിരിഞ്ഞു അല്ലേ? അതിശക്തമായ ചാത്തന്നൂരിലും. അതെ, നേമത്തും ചാത്തന്നൂരിലുമാണ്. കഴക്കൂട്ടത്ത് വിരിയുമോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് കാത്തിരിക്കാം. 2 സീറ്റുകൾ BJP വിജയിക്കും, NDA വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ആ 2 വിജയിച്ചിരിക്കുന്നു, 2 സീറ്റുകൾ നേടിയിരിക്കുന്നു. ഇനി അറിയാം ഈ സൂചിപ്പിക്കുന്ന പോലെ കഴക്കൂട്ടം. എന്തായാലും ഇവിടെ രഞ്ജിത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ മന്ത്രിമാരുടെ പതനത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് വിദ്യാഭ്യാസ മന്ത്രിയുടെ തോൽവി കൂടിയാണ് നേമത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ വിജയത്തിലൂടെ. നേമത്തെ അക്കൗണ്ട് പൂട്ടിച്ചു എന്നതായിരുന്നു ശിവൻകുട്ടിയുടെ. ആ അക്കൗണ്ട് ഞങ്ങൾ വീണ്ടും തുറന്നു എന്ന് BJPക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ കുട്ടികൾക്ക് വലിയ നഷ്ടമാണ്. കാരണം ശിവൻകുട്ടി അപ്പൂപ്പനെ ആ രീതി വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കാണാൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടികൾ, ഒരുപക്ഷെ നേമത്തെ കുട്ടികൾ അപ്പൂപ്പനെ ഇഷ്ടപ്പെട്ട് കാണും. പക്ഷെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് അപ്പൂപ്പനോട് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് വർഷത്തെ ഒരു ഈ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവങ്ങളുണ്ട്. കുട്ടികളുമായൊക്കെ ഒരുപാട് സംവദിക്കുന്ന ആളാണ്. ഇനി സമയമുണ്ട്, ഇനിയിപ്പോ സമയമുണ്ട്. അങ്ങനെ കുറെ പരിപാടികളൊക്കെ തുടങ്ങാം. സമയമുണ്ട്. അത് മാത്രമല്ല, ഈ പിന്നെ എത്ര മന്ത്രിമാർ ഇപ്പം പിണറായി വിജയൻ അല്ലാതെ വേറെ ആരും ജയിച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ അല്ലാതെ മുഹമ്മദ് റിയാസ് ജയിക്കുന്ന ലക്ഷണമുണ്ട്. അവിടെ ബാലഗോപാൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. മറ്റേ CPIയുടെ മന്ത്രിമാരുണ്ട്. അതായത് TR അനിലുണ്ട്, പ്രസാദ് ഉണ്ട്, ഒല്ലൂരിൽ രാജനുണ്ട്. അതായത് CPMന്റെ മന്ത്രിമാർക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി നേരത്തെ പരാജയപ്പെട്ടു കഴിഞ്ഞു. ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഇതാ വിദ്യാഭ്യാസ മന്ത്രി തോൽക്കുന്നു. OR കേളു പരാജയപ്പെട്ട സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മന്ത്രിമാർ എല്ലാവരും തന്നെ MP രാജേഷ് പരാജയപ്പെടുകയാണ്. P രാജീവിന്റെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചോ? എങ്കിലും പരാജയപ്പെടും. കളമശ്ശേരിയിൽ പരാജയപ്പെടുമെന്ന തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 34ലേക്ക് ഒതുങ്ങിയെന്ന് LDF 34 സീറ്റിലേക്ക്. ഇവിടെ കൗതുകകരമാകുന്ന ഒന്ന്, 2ാം പിണറായി വിജയൻ സർക്കാരിൽ ഇത്രയധികം മന്ത്രിമാർ മത്സരിച്ചു. ആദ്യ മന്ത്രിസഭയിൽ ഒരേ ഒരു മന്ത്രിയാണ് തോറ്റുപോയത്. അതായത് മന്ത്രിസഭ മേഴ്സിക്കുട്ടിയമ്മ മാത്രമാണ്. മറ്റു മന്ത്രിമാർ മത്സരിച്ചവരെല്ലാം വിജയിച്ച് കയറി എന്ന് പറയുമ്പോഴാണ് എത്രത്തോളം വിരുദ്ധ വികാരമായിരുന്നു നിശബ്ദമായി ഉണ്ടായിരുന്നത്. കാരണം എക്സിറ്റ് പോളുകളിൽ പോലും ആളുകൾ ഇത് പുറത്തു പറഞ്ഞില്ല. പാർട്ടി പ്രവർത്തകർക്കൊന്നും പുറത്തു പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ് അഭിലാഷ്. നമ്മൾ ഈ കൗണ്ടിങ്ങിന്റെ അന്ന്, ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന്റെ അന്ന് വല്ലാത്ത തോതിൽ സ്ത്രീ വോട്ടർമാരുടെ ഒരു വലിയ ഒഴുക്ക് രാവിലെ മുതൽ തന്നെ അത് ട്രെൻഡാണ് എന്ന് നമ്മൾ സംസാരിച്ച പല വിശകലന വിദഗ്ധരും പറഞ്ഞിരുന്നു. ഇത് ട്രെൻഡ് അല്ലാതെ മറ്റെന്താണ് എന്ന് ചോദ്യം മുന്നോട്ട് വെച്ചിരുന്നു. അതിപ്പോൾ സംഭവിച്ചിരിക്കുന്നു. വലിയ ട്രെൻഡ് ഉണ്ടായിരിക്കുന്നു. LDFനെ കടപുഴക്കിയിരിക്കുന്നു. സുരേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണ്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെമി ഫൈനലാണെന്ന് പറഞ്ഞു. ഫൈനൽ മത്സരം എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിലധികം നേടി UDF മികച്ച വിജയം നേടും എന്ന് ഞങ്ങൾ പറയുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രത്യേകത നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാ വിഭാഗം ജനങ്ങളും UDFനെ പിന്തുണച്ചു എന്നുള്ളതാണ്. അത്രമേൽ കേരളത്തിലെ ജനങ്ങൾ ദുരിതപൂർണമായ ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോയത്. 5 വർഷക്കാലം 10 വർഷക്കാലം തുടർച്ചയായി ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഗ്രൂപ്പാണ് കേരളത്തിന്റെ സമസ്ത മേഖലകളെയും ബാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളാകെ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അതനുസരിച്ച് അവർ വിധിയെഴുതുകയും ചെയ്തിരിക്കുകയാണ്. ഇത് CPMന്റെയും ഇടതുപക്ഷ മുന്നണിയുടെയും ധിക്കാരത്തിന്റെയും ദാസ്യത്തിന്റെയും അതോടൊപ്പം തന്നെ അവർ സ്വീകരിച്ച തെറ്റായ നിലപാടുകളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതിയതാണ്. കേരളത്തിൽ വിസ്മയങ്ങളുണ്ടായി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും. ആ വിസ്മയങ്ങളുടെ അടിസ്ഥാനത്തിൽ CPM UDF ചേർന്ന് മത്സരിച്ചവർ ഏതാണ്ട് മിക്കവാറും എല്ലാവരും വിജയിച്ചിരിക്കുകയാണ്. 1-2 പേർ 8-3 പേർ പരാജയപ്പെട്ടുവെങ്കിലും വളരെ നിസ്സാരമായ വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത്. സുരേഷ്, അഭിലാഷ്, നമുക്ക് എന്തായാലും ഇപ്പൊ സ്ക്രീനിലേക്ക് നോക്കൂ. അതായത് നേരത്തെ രഞ്ജിത്ത് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതായത് റോഷി അഗസ്റ്റിൻ കൂടി പരാജയപ്പെട്ടു. മന്ത്രിമാരുടെ പട്ടിക പറയുമ്പോഴാണ് അവിടെ ഘടകകക്ഷികളുടെ മന്ത്രിമാരും വലിയ തോൽവിയാണ്. അതാണ് ശശീന്ദ്രൻ തോൽക്കുന്നു, ഗണേഷ് കുമാർ ഏതാണ്ട് തോൽവി ഉറപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ മുന്നണികൾക്ക് കടന്നപ്പള്ളി തോറ്റുപോകുന്നു. അങ്ങനെ ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ മന്ത്രിമാരാണോ ഇത്തവണ മത്സരരംഗത്തുണ്ടായിരുന്നത് അങ്ങനെ
പിണങ്ങിപ്പോയൊരു മന്ത്രി ഉണ്ടായിരുന്നല്ലോ, മണ്ഡലം മാറി തമനൂര് താനൂർ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും തോറ്റും. അങ്ങനെ കായിക മന്ത്രി അടക്കം അതെ മെസ്സിയെ കേരളത്തിൽ മെസ്സിയെ കൊണ്ടുവരുന്നതിലും തോറ്റു, തെരഞ്ഞെടുപ്പിലും തോറ്റു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അങ്ങനെ വലിയ വിജയം. അതായത് ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ 100K ലൈക്കുമായി UDF തൂക്കി. കേരളം തൂക്കി എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള വിജയമാണ്, അങ്ങേറ്റം ആധികാരികമാകുന്ന വിജയം. ഒരുപക്ഷെ കഴിഞ്ഞ ഇടത് സർക്കാരിനേക്കാൾ 99 എന്ന ആ മാജിക് ഫിഗറിനെ പോലും മറികടക്കുന്ന വലിയ പ്രകടനത്തിലേക്ക് ഇപ്പോൾ UDF പോകുന്നു എന്നതാണ്. നമുക്ക് ദേശീയ തലത്തിലേക്ക് ഒന്ന് പോയി വരണം അഭിലാഷ. കുറച്ചു നേരമായി സംസാരിച്ചിട്ട് നമുക്ക് വിജയെ കുറിച്ച് സംസാരിച്ച് അങ്ങോട്ട് കോരിത്തരിക്കണം. അതായത് വിജയ് 111 സീറ്റുകളിൽ വിജയിക്കുകയാണല്ലേ. ആലോചിച്ച് നോക്ക്. ഇവിടുത്തെ വിജയ്, ഞാനൊരു വലിയ വിജയ് ഫാനാണ്. വിജയ് ഫാൻസിന്റെ ഒക്കെ ശരിക്കും വിജയെ സിനിമയിൽ കാണാനാണ് നമുക്ക് ഇഷ്ടമെങ്കിലും, സിനിമയിൽ വിജയുടെ പടങ്ങളൊക്കെ കണ്ട് ത്രസിക്കാനാണ് ഇഷ്ടമെങ്കിലും, പക്ഷെ മുഖ്യമന്ത്രിയായി കൂടി വിജയ് വരികയാണ്. എന്തായാലും മുഖ്യമന്ത്രിയാകും തമിഴ്നാടിന്റെ. അമ്പയെ പരാജയം DMK-ക്ക് സംഭവിക്കുന്നു. സ്റ്റാലിൻ തോറ്റെന്നോന്നല്ലേ? സ്റ്റാലിൻ തോറ്റു. ക്ഷമിക്കണം, പിണറായി വിജയൻ പുറകോട്ട് ഇടയ്ക്ക് പോയി തോൽക്കുന്ന പിന്നിലാണ്. അത്തരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ദേശീയതലത്തിൽ നടക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബംഗാളിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കുന്നു. 190 സീറ്റുകൾ എന്ന് പറയുമ്പോൾ ബംഗാൾ തിരിച്ചു പിടിക്കുകയാണ് പൂർണ്ണമായും. ബംഗാൾ BJP-യുടെ കയ്യിലേക്ക് വരികയാണ്. അവിടെ ഉണ്ടായ തല്ലിനും ബഹളത്തിനും BJP പ്രവർത്തനം അടികൊണ്ടതിനുമൊക്കെ മറുപടി ഉണ്ടാകുമെന്ന് വളരെ കൃത്യമായി നേതാവ് പറഞ്ഞിരുന്നു. മറ്റൊന്ന്, തമിഴ്നാട്ടിലേക്ക് വന്നാൽ അത്ഭുതകരമായ, കാരണം ഒരു പിറവി കൊണ്ട പാർട്ടി കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ദുരന്തങ്ങൾ, അതിനുമുമ്പിൽ കരൂർ ദുരന്തം സംഭവിക്കുന്നു. അതിൽ വലിയ തിരിച്ചടി വിജയ്ക്ക് ഉണ്ടാകുന്നു. CBI അന്വേഷണം വരുന്നു. സിനിമ ആരാധകർ കാത്തുന്ന സിനിമ റിലീസ് ആവുന്നില്ല. അങ്ങനെ എത്രയോ പ്രതിസന്ധികൾക്കിടയിലാണ് സിനിമ 14-ാം തീയതി, അതായത് ജനനായകൻ. അതിനു മുമ്പേ ജനനായകനായി കഴിഞ്ഞു. അതായത് ജനനായകൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാടിന്റെ ജനനായകനായി കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യം കൂടെ പറയാം, 111 സീറ്റേ ഉള്ളൂ വിജയ്ക്ക്. ഇനി 118ലേക്ക് എത്തണം. 118 അത് AIDMK-യുടെയും BJP സഖ്യത്തിന്റെ പിന്തുണ ലഭിക്കുമോ, അതോ ഒരു വിഭാഗം ആളുകൾ റിസോർട്ട് രാഷ്ട്രീയമൊക്കെ നടക്കുന്ന? എന്റെ സത്യസന്ധമായ നിരീക്ഷണം എന്തായിരുന്നു എന്നറിയോ? വിജയ് വെറുതെ എന്തിനാണ് ഈ പണിക്ക് ഇറങ്ങി തിരിച്ചത്? വിജയ് സിനിമാഭിനയം നിർത്തി ആ കാശും പോയി, ഇതുവരെ സമ്പാദിച്ച കാശും പോയി, ഇനി വീട്ടിലിരിക്കണമല്ലോ എന്ന് നിരീക്ഷിച്ച ഒരാളാണ് ഞാൻ. എന്താണെങ്കിലും എന്റെ നിരീക്ഷണം പാടെ ബംഗാളിലേക്ക് പോയാൽ ബംഗാളിൽ വലിയ സീറ്റ് എണ്ണമാണ്. പശ്ചിമ ബംഗാളിലെ സീറ്റ് എണ്ണം 186, 102ലേക്ക് TMC ഒതുങ്ങുന്നു. കോൺഗ്രസിന് ഒരു സീറ്റ് ഉണ്ട് കേട്ടോ. CPM-നെ പൊടി പോലുമില്ല. അവിടെയും ഞാൻ മമതയുടെ ഒരു അവസാന ടൈം ആയിരിക്കും ഇത്തവണ. എന്തായാലും അടുത്ത തവണ BJP പിടിക്കുമെന്നത് 100%. അസമിൽ ഭരണ തുടർച്ച ഹിമന്ത ബിശ്വ ശർമ്മയുടെ തോളിലേറി 99 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ് അസമിൽ. നമ്മുടെ തൊട്ടടുത്ത് പുതുച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. ആലോചിക്കാനൊന്നുമില്ല, അവിടെ NRC കോൺഗ്രസ് ആണ്, അത് NDA ആണ് യഥാർത്ഥത്തിൽ. അവിടെയൊന്നും മണലൂരിൽ C. രവീന്ദ്രനാഥ് ജയിച്ചു. 1613. അതായത് ഇപ്പോൾ VS ശിവകുമാർ, TN പ്രതാപൻ എന്നീ രണ്ട് പ്രമുഖർ. ഒരുപക്ഷെ നാളെ മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ടുള്ളതായിരിക്കും, പത്രങ്ങളുടെ തലക്കെട്ട്. അതായത് TN പ്രതാപനും തോറ്റ പ്രമുഖരുടെ കൂട്ടത്തിൽ UDF-ൽ TN പ്രതാപനും ഒപ്പം VS ശിവകുമാർ രണ്ടുപേരും ജയിക്കുമെന്ന് കംഫർട്ടബിൾ വിൻ രണ്ടുപേരും പ്രതീക്ഷിച്ചു. മാത്രമല്ല, എന്തായാലും ഈ TN പ്രതാപന്റെയും അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ശിവകുമാറിന്റെയും തോൽവി ഏറ്റവും ആശ്വാസകരമാകുന്നത് LDF-നായിരിക്കും. ഇപ്പൊ രഞ്ജിത്ത് സൂചിപ്പിച്ചു, നാളെ തോറ്റ പ്രമുഖരുടെ ഒരു പട്ടിക പത്രത്തിൽ കാണും. അത് മുഴുവൻ ഇങ്ങനെ LDF-ന്റേതായിരിക്കും. അപ്പോൾ അതിന്റെ ഇപ്പുറത്തൊരു മൂന്നാമത്തെ പേജിൽ അവസാനത്തെ സെന്റൻസ് ആയി അല്ലെങ്കിൽ അവസാനത്തെ ഒരു കോളമായി ഒരുപക്ഷെ രണ്ടും ഒപ്പിക്കാം. അതെ, എന്തായാലും നിറയ്ക്കാൻ ഇഷ്ടംപോലെ അത് കാണുമ്പോൾ ഇടത് അനുഭാവികൾക്കൊന്ന് തീർച്ചയായും ചെറിയ തോതിലെങ്കിലും ആശ്വസിക്കാൻ പറ്റുന്ന ഒന്നായിരിക്കും ആ ഫലം. കഴക്കൂട്ടം ഫോട്ടോ ഫിനിഷിലേക്കാണ്. കടകംപള്ളിയുടെ ലീഡ് കേവലം 299 വോട്ടുകൾ മാത്രമാണ്. ഇനി 3 റൗണ്ട് എണ്ണാനുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ ഇനി 299 വോട്ടുകൾക്ക് മാത്രം മുന്നിലാണ്. 3 റൗണ്ടുകൾ മാത്രം എണ്ണാനുള്ളപ്പോൾ ഈ 3 റൗണ്ടുകൾ ഏത് റൗണ്ടുകളാണ് എന്നുള്ളതിനെ കുറിച്ച് ധാരണ നമുക്ക് വന്നാൽ കൃത്യമായി BJP-യുടെ BJP അനുകൂല റൗണ്ടുകളാണോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. നമുക്ക് എനിക്ക് തിരുവനന്തപുരം 18 റൗണ്ടുകളാണ്. ഇപ്പോൾ ഇത് കോങ്ങാട് KA തുളസി വിജയിച്ചു എന്നതുകൂടിയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വീട്ടിലേക്ക് ഒരു MP-യും ഒരു MLA-യും എന്ന നിലയിലേക്കാണ് എത്തുന്നത്. പാലക്കാട് MP ആയിട്ടുള്ള VK ശ്രീകണ്ഠന്റെ ഭാര്യ കൂടിയായിട്ടുള്ള, അങ്ങനെ ഭാര്യ എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.